ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ റിച്ചാർഡിനും റോജറിനുമൊക്കെ പോകേണ്ട ദിവസമാണ്. റിച്ചാർഡിന് ക്ലാസ്സാണ്, റോജറിന് ഇൻഫോ പാർക്കിൽ വർക്കിന് പോകേണ്ട ദിവസമാണ്. ആഴ്ചയിൽ 3 ദിവസം പോകണം. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആരും തന്നെ എഴുന്നേറ്റിട്ടുണ്ടാവില്ലല്ലേ? രാത്രി കിടക്കുന്ന സമയത്തും എല്ലാവരും കിടന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് വീട്ടമ്മമാർ. എങ്കിലും അവർ ആ ഒരു ക്ഷീണം ഒന്നും വകവെക്കാതെ രാവിലെ എഴുന്നേറ്റ് നടയിൽ വിളക്ക് കൊളുത്തി ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് മുറ്റം അടിച്ച് എന്തൊരു ഐശ്വര്യമാണല്ലേ അതല്ല. പക്ഷേ ഈ ഐശ്വര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അങ്ങനെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുമാണെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അത് പറ്റാത്ത ആളുകളാണ് ഇട്ടിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു സ്വന്തം കുടുംബത്തോട് പോലും അവർക്ക് ആ ഒരു ആത്മാർത്ഥത കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വേറെ അവരാരെയാണ് സ്നേഹിക്കുന്നത്? സ്വയം മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവനവനെ മാത്രം സ്നേഹിക്കുന്നവരല്ലേ ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ടിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ക്രൂരമായ പീഡനങ്ങളിൽ പെടുന്ന സ്ത്രീകളുണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോയെന്നും ആകാം. അപ്പോൾ അങ്ങനെയുള്ള കേസസ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. അല്ലാതെ കാമുകനെ കൂടി പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പം ഞാൻ ഏതായാലും എൻ്റെ റുട്ടീൻ വീഡിയോയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് പോകാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡിനാണ് ഞാൻ കട്ടൻ കാപ്പി ആദ്യമായിട്ട് കട്ടൻ കാപ്പി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ചൊരു പഴം കൂടിയിട്ട് കൊടുത്ത്. സേട്ട പോകണ്, സേട്ട പഠിക്കാൻ പോണ പിന്നെ എന്താ സേട്ട പോണുണ്ടാവുന്നപ്പാ ഇനി കൊച്ചു നോക്കിയിരിക്കും അല്ലേ സേട്ടനാ? നോക്കണേ സേട്ടനാ നോക്കണേ ഇടപെട്ടേന്ന്. അപ്പം നിങ്ങളുടെ സ്കൂൾ വണ്ടിയിൽ കയറി പോകണം അല്ലേ? അതുകൊണ്ട് റിച്ചാർഡ് ബസ്സിലേ പോവുള്ളൂ. പകുതി വഴിക്കേ സ്കൂൾ വണ്ടി വരുള്ളൂ, കോളേജ് വണ്ടി. മഴയാണോ? വെരി ഗുഡ്. ആ ബ്ലാക്ക് കൂടെ കൊണ്ടുപോ, വേറെ ചോയ്സ് ഇല്ല. കുട ഇല്ലാതെ പോകാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ മഴയുണ്ട്. അല്ല, മഴ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നനഞ്ഞു പോവില്ലേടാ. എടാ അത് ചൂടിക്കോ, എന്തിനാ നനക്കണത്? ബൈ ബൈ. അങ്ങനെ റിച്ചാർഡ് പഠിക്കാൻ പോയി തുടങ്ങി. അങ്ങനെ റിച്ചാർഡ് ഒരു 6:30 മണിക്കുള്ളിൽ തന്നെ പോയി. അപ്പോൾ അവൻ ബസ്സിലാണ് പോണതല്ല, ഞാൻ പറഞ്ഞിരുന്നില്ല. അവരുടെ സ്കൂൾ വണ്ടി വരും, അപ്പോൾ അതിൽ കയറിയിട്ടാണ് പോകേണ്ടത്. അതിന് കലൂർ വരെ നമ്മൾ പോകണം. കാരണം ഇവരുടെ ഉള്ളിലാണ്, കാക്കനാട് ഒരുപാട് ഉള്ളിലാണ് ഇവരുടെ കോളേജ് ഉള്ളത്. അപ്പോൾ അങ്ങടേക്ക് സർവീസ് വാഹനങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ സ്കൂൾ വണ്ടി കോളേജ് വണ്ടി ഇട്ടേക്കുന്നത്. ഇനി അടുത്തത് റോജർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണേണ്. അപ്പോൾ റോജറിന് 9 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയത് ഇത്തിരി വെള്ളയപ്പമായിരുന്നു. മുട്ടക്കറിയുടെ ഗ്രേവി ഇത്തിരി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. ആ ഗ്രേവിയിലേക്ക് 2 മുട്ട മാത്രം ഞാൻ വേവിച്ചിട്ട് ചേർത്ത് വെച്ചേക്കണേണ്. കാരണം പപ്പക്കും റോജറിനും മാത്രം. കൂടുതൽ ഗ്രേവി ഇല്ലല്ലോ. 3 മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേവി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവർ 2 പേരും, നമ്മൾ വീട്ടമ്മമാർ അങ്ങനെയാണല്ലോ, നമ്മൾക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഇവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരതറിയാൻ കൂടിയില്ല കേട്ടോ, നമ്മൾ കഴിക്കണില്ല എന്നുള്ളതൊന്നും ഇവരറിയില്ല. അങ്ങനെ 2 മുട്ട മാത്രം വേവിച്ചിട്ട് വെച്ചിട്ട് അപ്പോൾ പപ്പ റോജറിന് പോകാൻ വേണ്ടിയിട്ട് കാറിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് നോക്കണേ. കാരണം ലോങ് ഡ്രൈവാണ് റോജറിൻ്റെത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചെക്കിംഗ് ഒക്കെയാണ് നടത്തുന്നത് കേട്ടോ. അത് അപ്പോൾ അങ്ങനെയാണ്, എപ്പോഴും നോക്കിയൊക്കെ വെക്കും. അതിനകത്ത് വെള്ളം തീർന്നിട്ടുണ്ടെങ്കിൽ ഓയിലുണ്ടോ, ഇത് ടയറിന് കാറ്റില്ലെങ്കിൽ അപ്പം തന്നെ പോയിട്ട് പപ്പ കാറ്റൊക്കെ അടിച്ചു കൊണ്ടുവന്നിട്ട് ഇടും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പഴയ കാറാണല്ലോ നമ്മുടേത്, അപ്പോൾ ശ്രദ്ധിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുന്നതാണ്. ഇതുവരെയും വഴിയിലൊന്നും കിടക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. എത്ര തവണ നമ്മളിവിടെ പോയിട്ടുണ്ടെങ്കിൽ വഴിയിലൊന്നും കിടക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ റോജർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. റോജർ പോയി കഴിഞ്ഞിട്ട് പിന്നെ പപ്പയും ഫുഡ് കഴിച്ചു. അപ്പം ഞാൻ ഒരിത്തിരി കാപ്പി കൂട്ടിയിട്ടൊരു വെള്ളയപ്പം മാത്രം കഴിച്ച്.
വേറെ എനിക്കങ്ങനെ കഴിക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ കുറേ അധികം ദിവസമായിട്ട് ഒരു ഈ ജോലി ഇപ്പോൾ ഈ കാണുന്ന ജോലി ഒന്ന് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. കാരണം നമ്മുടെ ഇരുമ്പ് പാത്രങ്ങളെല്ലാം തന്നെയും ഈ മഴ തുടങ്ങിയതിന് ശേഷം പുറത്ത് ഇങ്ങനെ തണുത്തിരിക്കണല്ലേ, അത് ഉപയോഗിക്കാത്ത കുറേ സംഭവങ്ങൾ തുരുമ്പ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഈസി പരിപാടിയല്ല. ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡായി പോകും. കാരണം ഈ ഓരോ പാത്രങ്ങൾക്കും 2-3 കിലോ വെയിറ്റാണ്. ഇത് പൊക്കുക എന്നുള്ളതും ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതും നല്ല പണിയാണ്. അപ്പോൾ സാധാരണ നമ്മുടെ പപ്പയും ഞാനും കൂടിയാണ്, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഈ പാത്രങ്ങളൊക്കെ എടുത്തു തരാനൊക്കെ പപ്പ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പപ്പനെ വിളിച്ചിട്ട് ചെയ്യിക്കാം എന്ന് വിചാരിച്ച് തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ പപ്പക്ക് എവിടെയോ പോകേണ്ടിയിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല. പപ്പ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. പിന്നെ അങ്ങനെ ഞാൻ പെട്ടുപോയെന്ന് വേണം പറയാൻ. ഇത് തുടങ്ങുകയും ചെയ്ത് പപ്പ പോവുകയും ചെയ്തു. ഇപ്പോൾ വീട്ടിൽ ഞാൻ റൂബി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനിതെടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് കുറേ നേരം ഇതേൽ നോക്കി നിന്ന് ഇതെങ്ങനെ എവിടെ തുടങ്ങുമെന്നായിപ്പോയി എനിക്ക്. കാരണം എൻ്റെ കൈയൊക്കെ വേദനയായി. ഇതെടുത്ത് താഴെ വെച്ചപ്പോൾ തന്നെ കൈയൊക്കെ വേദനയായി. അത്രയും വെയിറ്റാണ് ഈ സാധനങ്ങൾക്ക്. 1-2 പാത്രങ്ങളല്ല, കുറച്ചധികം ഉണ്ട്. 8 കടായി തന്നെ ഉണ്ട്. പിന്നെ ഒരു 10ഓളം ഈ ദോശ ഉണ്ടാക്കുന്ന പാനുണ്ട്. അപ്പോൾ ദോശക്കല്ല് ഇതിന് 2 സൈഡുമായിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഗ്രിൽ പാനും ഒരെണ്ണം ദോശ ഉണ്ടാക്കുന്ന അപ്പുറത്തെ സൈഡിൽ. പിന്നെ ഫ്രൈ പാനാണ് ഇത്തിരി കുറവുള്ളത്. 5-6 ഫ്രൈ പാനുണ്ട്. അത്രയും സാധനങ്ങൾ. പിന്നെ നമ്മുടെ അപ്പച്ചട്ടിയുണ്ട്, ഗ്രിൽ പാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ. അങ്ങനത്തെ ഇതെല്ലാം ഇവിടെ നിരത്തിയിട്ടിട്ട് പിന്നെ ഞാൻ ഏതായാലും ഇത് കഴുകി വൃത്തിയാക്കാനൊന്നും പറ്റില്ല. കാരണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉണക്കണം, അങ്ങനെയുള്ള പണിയുണ്ട്. അപ്പോൾ അത്രയൊന്നും ചെയ്യാനേ പറ്റൂല കേട്ടോ. ഇത് ഏതായാലും ഞാൻ കുറച്ച് തുണികളൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ആ തുണികൾ കൊണ്ടുവന്ന് തുരുമ്പെല്ലാം തുടച്ച് മാറ്റിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ട് വെക്കാമെന്ന് വെച്ച്. ഞാനിപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ ആദ്യം പറഞ്ഞിരുന്നു വെച്ചത് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും പുരട്ടിയാൽ മതി, ഗ്രീസ് ചെയ്ത് വെച്ചാൽ മതി എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഉറുമ്പ് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വെജിറ്റബിൾ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം, എനിക്ക് പ്രത്യേകിച്ചും കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ പിന്നെ ആ പാത്രം എടുക്കണത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഒട്ടി പിടിച്ച പോലെ ആ ഓയിൽ ഇങ്ങനെ കട്ടി കൂടിയിട്ട് റബ്ബർ പോലെ ആകാൻ തുടങ്ങും. വെളിച്ചെണ്ണയ്ക്ക് ആ പ്രശ്നമില്ല, നമ്മൾ ഇട്ട അതേ ഫോമിലാണ് വെളിച്ചെണ്ണ ഇരിക്കുന്നത്. മറ്റേത് അങ്ങനെയല്ല, അതിൻ്റെ ആ ഒരു രൂപം മാറിപ്പോവും. ഒരു റബ്ബർ പോലത്തെ ഒരു സംഭവം വരും. പിന്നെ ഇത് എത്ര കഴുകിയാലും പോകൂല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാതെ വന്നിട്ടാണ് ഇതുപോലെ ഒരു 3-4 തവണ വെളിച്ചെണ്ണ ഞാൻ പോയിട്ട് അകത്തുനിന്ന് എടുക്കേണ്ടി വന്നു. കാരണം പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോയിട്ടാണ്. അങ്ങനെ ആദ്യം നമ്മൾ തുണി വെച്ചിട്ട് അതിൻ്റെ തുരുമ്പും എല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഈ വെളിച്ചെണ്ണ പുരട്ടി വെക്കണത് കേട്ടോ. അപ്പോൾ 1-2 പാത്രങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടാം. പിന്നെ വേറൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും പാത്രങ്ങളൊന്നും ഒരാളും മേടിക്കാൻ പോണില്ല. എനിക്കിതിവർ റിവ്യൂവിന് വേണ്ടി അയച്ചു തരുന്നതുകൊണ്ടാണ് ഇത്രയും പാത്രങ്ങളായത്. അപ്പം നമ്മളുടെ കിച്ചണിലേക്ക് വേണ്ടുന്ന നമ്മൾക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ട് അതിനനുസരിച്ച് 2-3 പാത്രം മതി നിങ്ങൾക്ക്. ഈ ആയ കാലം മൊത്തം നിങ്ങൾക്ക് ആ പാത്രത്തിൽ ധൈര്യമായിട്ട് സമാധാനപരമായിട്ട് കുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരിക്കലും നിങ്ങൾ പാത്രങ്ങൾ മേടിക്കേണ്ടതായിട്ട് വരേയില്ല. പിന്നെ ചില സാധനങ്ങൾ ഈ അയൺ പാത്രങ്ങളിൽ കുക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറ ഇളകിയിട്ട് ഈ പച്ചക്കായ, അച്ചിങ്ങ, ഈ 2 സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കറുപ്പ് ഷെയ്ഡ് വന്ന് വീഴും ഈ പാചകം ചെയ്ത സാധനത്തിൽ, ഫുഡിൽ. അപ്പോൾ അത് മാത്രം നമ്മൾ സ്റ്റീലിൻ്റെ ഏതെങ്കിലും പാത്രങ്ങളിലൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ മീൻ കറിയൊന്നും നമ്മൾ അയൺ പാത്രങ്ങളിൽ അങ്ങനെ വെക്കാറില്ല. മറ്റുള്ള കാര്യങ്ങളെല്ലാം അയൺ പാത്രങ്ങളിൽ നമുക്ക് ചെയ്യാം.
പിന്നെ കുറേ പേരിങ്ങനെ ചോദിക്കും അയൺ പാത്രത്തിൽ എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരില്ലേ? അത് ശരിയാണ്. കാസ്റ്റ് അയൺ പാത്രത്തിലാണ് എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. അയൺ പാത്രത്തിൽ കുഴപ്പമില്ല. കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടി കൂടുതലാണ്. അത് മോൾഡ് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ അത് കട്ടി കൂടിയതുകൊണ്ട് തന്നെയും എണ്ണ എനിക്കും തോന്നിയിട്ടുണ്ട് കൂടുതൽ എണ്ണ വേണമെന്ന്. പക്ഷേ നമ്മൾ അയൺ പാത്രത്തിൽ ഇപ്പം ഞാൻ മീനൊക്കെ വറുക്കൂലേ, ആ ഒരു അയൺ പാത്രത്തിലൊന്നും അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞത് നമ്മളുടെ ഫുഡിൽ കെമിക്കലൊന്നും ഇല്ലാതെ നല്ല പ്യുവറായിട്ടുള്ള ഫുഡ് കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കുക എന്നുള്ള ആ ഒരു പ്രത്യേകത ഈ ഒരു കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. ഇവരുടെ സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാൻഡിൽ വിട്ടു പോവുകയും വൃത്തികേടായിട്ടിരിക്കുക എന്നുള്ള ഒരു പരിപാടിയൊന്നും ഉണ്ടാവില്ല. താഴെ വീണാലും അതിൻ്റെ ഹാൻഡിലൊന്നും പോകുന്നില്ല, അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഇത്രയും ആയപ്പോൾ തന്നെ ഇല്ലേ ഞാൻ ടയേർഡായി ശരിക്കും. നമ്മുടെ കൈക്കുഴയൊക്കെ വേദനയായി കഴിഞ്ഞാലും 1-2 പാത്രങ്ങളല്ലല്ല നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് വെക്കുക, എടുക്കുക, എണ്ണ പുരട്ടുക എന്നുള്ളത്. ഇപ്പം ഞാൻ സ്പീഡിലിട്ടേക്കണോണ്ടാണ്. അങ്ങനെ ഞാൻ അവിടെ കുത്തിയിരുന്ന് ഇതെല്ലാം ചെയ്തേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കണ കാര്യം മറന്ന്. കുട്ടികൾ വൈകുന്നേരമല്ലേ വരുള്ളൂ. വൈകുന്നേരത്തേക്ക് അവർക്ക് ഫുഡ് വെച്ചാൽ മതി. ഇന്നാണെന്നുണ്ടെങ്കിൽ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പക്കുള്ള ചോറുണ്ട്, പിന്നെ എനിക്ക് വെള്ളയപ്പത്തിൻ്റെ ഒരു 1-2 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്, അതെടുത്ത് കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഒരു കാര്യത്തിലേക്ക് ഏർപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നെ ഇനി ഒരു കുക്കിംഗ് ഒന്നും നടക്കണ കാര്യമില്ല. അപ്പോൾ കുട്ടികൾ വൈകുന്നേരമല്ലേ വരുള്ളൂ, ആ ഒരു ധൈര്യം എനിക്കുണ്ട്. അതിനുള്ളിൽ അവർക്ക് രാത്രി ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും മന്തി റൈസ് എന്തെങ്കിലുമൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കണം. കാരണം കുട്ടികൾ പോയിട്ട് വരുമ്പോൾ അവർക്ക് ഇത്തിരി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇരിക്കണേനെ. അങ്ങനെ ഞാൻ എല്ലാത്തേലും എണ്ണയെല്ലാം തടവി ഒരുപാട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ പാത്രങ്ങൾ, ഭൂരിഭാഗം പാത്രങ്ങൾ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ കടായികളാണ് ആദ്യം വെച്ചേക്കണത്. പിന്നെ നമ്മുടെ ഇത് കാരപ്പച്ചട്ടി അതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇടികൾ ഒട്ടും ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ, അതൊക്കെ തുരുമ്പെടുത്ത് നാശമായിട്ടിരിക്കണേന്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2-3 പാത്രങ്ങൾ മാത്രമാണെങ്കിൽ നമുക്കിങ്ങനെ ഗ്രീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ മിക്ക ദിവസം അതിൽ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു എണ്ണയുടെ കോട്ടിങ് വന്നിട്ടുണ്ടാകും. അപ്പോൾ എണ്ണയൊന്നും പറ്റുന്ന കാര്യമില്ല. നമുക്ക് സാധാരണ പാത്രങ്ങൾ യൂസ് ചെയ്യണ പോലെ എപ്പോഴും എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. തുരുമ്പ് പിടിക്കാനുള്ളൊരു സാഹചര്യം വരുന്നില്ല അവിടെ, ആ ഒരു സമയം എടുക്കുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഹോൾ വീഡിയോകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പാത്രങ്ങൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ടെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാത്രങ്ങളാണ് ഇപ്പോൾ ഇരുമ്പിൻ്റെ ഉള്ളത്. ഇനി ഒരു ദിവസം ആ സ്റ്റീലിൻ്റെതെല്ലാം എടുത്ത് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് രണ്ടാമത് കയറ്റണം. അപ്പോൾ അത് പപ്പയുള്ള ദിവസം നോക്കിയിട്ട് ഞാൻ ചെയ്യുള്ളൂ. ഇത് ഏതായാലും ഞാൻ ശരിക്കും പെട്ടുപോയൊരു ദിവസം ഇത്. അപ്പോൾ ഇൻഡസ് വാലിയുടെ പ്രൊഡക്ട്സ് ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഗ്ലാഡിസ് എന്നുള്ള കൂപ്പൺ കോഡ് എന്തായാലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 12% എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുവേ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കേ, ഇത് കഴിഞ്ഞതല്ല, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാജി വന്നു. അങ്ങനെ ഷാജിയുടെ കയ്യിൽ നിന്ന് ഒരിത്തിരി ചാളം മാത്രം ഞാൻ മേടിച്ച്, ഇനി അത് വെട്ടണം, എന്തെങ്കിലും ഏതായാലും വെട്ടണമല്ലേ, അപ്പോൾ എന്തെങ്കിലും ഇത്തിരി കറിയും കൂടി ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് പോയി. അപ്പോൾ മീൻ മേടിച്ചവിടെ വെച്ചിട്ടുണ്ട്, വെട്ടിയിട്ടില്ലെന്ന് മാത്രം. അപ്പോൾ അത് വെട്ടിയെടുത്തിട്ട് ഒരു 5-6 എണ്ണം എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ പപ്പ വരുമ്പോഴത്തേക്കും പപ്പക്ക് അതും കൂട്ടിയിട്ട് ചോറ് കൊടുക്കാമല്ല എന്ന് വിചാരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ വല്ല മുട്ട തിളപ്പിച്ചിട്ട് വേഗം കൂടെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇങ്ങനെ പണി ഇരിക്കണേല്ലേ. പക്ഷേ അപ്പം മീൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഏതായാലും പപ്പക്ക് മീൻ തിളപ്പിച്ചിട്ട് ചോറ് കൊടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് അവിടെ മാറി കിടന്നു. അത്രയും തളർന്നു പോയി ഞാനപ്പോൾ കാലത്താണെങ്കിൽ ഒരു വെള്ളയപ്പം നിന്നിട്ട് നിൽക്കണല്ലേ. അപ്രതീക്ഷിതമായിട്ട് റിച്ചാർഡ് ഒരു 3 മണി 3:30 ഇതേ വന്നേക്കണേ. ഞാനത് ശേഷിച്ചു. ഞാൻ പറഞ്ഞേടാ നീ എന്തായാലും ഇത്ര നേരത്തെ വന്നത്? അപ്പോൾ എനിക്ക് ഇത്ര ഈ സമയമാണ് കറക്റ്റ് മമ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞത് അവന് ഫുഡ് എടുക്ക്, അവിടെ പച്ചക്കറി ഊണും മീൻ കറിയായിരുന്നു സ്പെഷ്യൽ. മീൻ കറി അവൻ കഴിക്കില്ലല്ലോ, അപ്പോൾ അവൻ ആ പച്ചക്കറി കൂട്ടിയിട്ടാണ് കഴിച്ചത്. അവൻ വിചാരിച്ച പോലെയുള്ള കറികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നുള്ള എല്ലാ ഫുഡും കൊടുക്കണം.
അപ്പം ഞാൻ പറഞ്ഞു പൊന്നു മോനെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് രാത്രി ഭക്ഷണം മതിയല്ല എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇത്തിരി നേരം കഴിഞ്ഞ് ക്ഷീണമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇവിടെ കിടക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞവൻ്റെ അടുത്ത് ഒരുപാട് ജോലിയായിരുന്നു. അപ്പോൾ പപ്പക്ക് മാത്രം ഇങ്ങനെ മീൻ ഒന്ന് തിളപ്പിച്ചിട്ട് ചോറ് കൊടുത്ത് ചോറുണ്ടായിരുന്നില്ല. അപ്പം ഇനി എനിക്ക് എഴുന്നേറ്റിട്ട് ഇത്തിരി വെള്ളയപ്പം തന്നെ എനിക്ക് തലയൊക്കെ കറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞതാ. എന്നോട് പോലും പറയാതെ അവൻ വേഗം അങ്ങോട്ട് ഫുഡ് ഓർഡർ ചെയ്തേ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം പിള്ളേർ വരുമ്പോൾ നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കണമല്ല. എനിക്ക് ഈ സമയത്തിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവൻ പറഞ്ഞ് അവന് 12:30 വരെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ വിചാരം വൈകുന്നേരവും രാത്രിയാകുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടാണ്. അപ്പോൾ ഇത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വന്നപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി. അപ്പോൾ അവൻ പറഞ്ഞത് മമ്മി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ജോലികൾ ചെയ്തിട്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ല, അപ്പോൾ പിന്നെ ഞാനത് നോക്കി നിൽക്കണം. മമ്മിക്ക് നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാരഗണിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തേക്കണത്. നല്ല എന്ന് വെച്ചാൽ ഭയങ്കര പൈസയാണ്. 600 രൂപ, 600 എത്രയോ ഉണ്ട് രൂപയാണ് ഈ 2 ബിരിയാണിക്ക് അവർ മേടിച്ചേക്കണത്. അപ്പോൾ അവനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇത് ഇത്തിരി പൈസ കൂടുതലാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഉണ്ടാകും, ക്വാളിറ്റി ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് പാരഗണിൽ നിന്ന് അവൻ ബുക്ക് ചെയ്തത്. ആദ്യമായിട്ടാണ് പാരഗണിൽ നിന്ന് ബുക്ക് ചെയ്തത്. പണ്ട് പാരഗണിൽ പോയിട്ട് ഞാനും റോജറും എൻ്റെ ബർത്ത്ഡേയുടെ ഒരു ട്രീറ്റ് എനിക്ക് അവൻ തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇത്തിരി സ്റ്റാർ ഹോട്ടലിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കാണും എന്ന് വിചാരിച്ചാണ് ഇത് ഓർഡർ ചെയ്തത്. പക്ഷേ സംഭവം സാധാരണ നമ്മൾ കഴിക്കുന്ന അതേപോലത്തെ തന്നെയായിരുന്നു ഈ ബിരിയാണിയാണെന്നുണ്ടെങ്കിൽ ഒരു കാശിനും കൊള്ളൂല. അത് അവന് ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞിട്ട് അവന് ഇനിയും ലാപ്ടോപ്പിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് അവൻ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറയും മമ്മി അങ്ങോട്ട് കഴിച്ചോ, ഞാൻ ഉച്ചക്ക് ഊണ് കഴിച്ചിട്ട് വന്നേക്കണേണ്, മമ്മി രാവിലെയും കഴിച്ചിട്ടില്ല ഉച്ചക്കും കഴിച്ചിട്ടില്ല, അപ്പോൾ മമ്മി അങ്ങോട്ട് ഇരുന്ന് കഴിച്ചോ, ഞാൻ എൻ്റെ ഈ ജോലികൾ തീർത്തിട്ട് വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ചിക്കൻ പീസാണ് ഏറ്റവും കൂടുതലുള്ളത്. റൈസ് വളരെ കുറവായിപ്പോയി. റിച്ചാർഡിന് ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് നല്ല രീതിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അത്രയും പൈസയും കൂടുതൽ കൊടുത്തിട്ട് ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പോൾ നമ്മൾ 100 രൂപക്ക് മേടിക്കണ ബിരിയാണി പോലെ തന്നെയാണ് സംഭവം ഇരുന്നേച്ചത്. അപ്പോൾ ഇത് കഴിച്ചപ്പോഴും ഞാൻ റിച്ചാർഡും പറഞ്ഞു നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി തന്നെയാണ് നല്ല. അത് ഞാൻ എപ്പോഴും പറയില്ലേ, ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കാനാണ് ഇഷ്ടം. എവിടെ പോയാലും ബിരിയാണി, ഒരു നല്ല ബിരിയാണി എന്ന് പറയുന്നത് ഒരിക്കലും കിട്ടിയിട്ടില്ല. അതിലൊക്കെ ബെറ്ററാണ് എൻ്റെ ബിരിയാണി എന്ന് ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്. കുട്ടികളും പറയും മമ്മിയുടെ ബിരിയാണി തന്നെയാണ് നല്ലതെന്നുള്ള. അപ്പോൾ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആയില്ല. അത് പൈസയും കൂടുതൽ പോയല്ല എന്നുള്ളൊരു വിഷമം. പിന്നെ ഞാൻ ഏതായാലും ഒരു ചായയൊക്കെ ഇട്ട് ഉടനെ തന്നെ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ആ ചായ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ച്. അപ്പോൾ റോജർ വരുമ്പോൾ ചായയൊന്നും കൊടുക്കണ്ട, അവൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഡിന്നർ മാത്രം മതി. അപ്പോൾ ഒരു 8 മണിയോടുകൂടി റോജർ വന്ന്. പിന്നെ ഞാൻ നഗറ്റ്സ് ഫ്രൈ ചെയ്ത് ഇത്തിരി മുട്ട പൊരിച്ച് പിന്നെ നമ്മളുടെ മീൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഡിന്നറെല്ലാം കഴിച്ച്. ഈ ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. 5 ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട്. വീക്ക് ഡേയ്സ് ഒരെണ്ണം പോലും മിസ്സാക്കാതെ 5 ദിവസം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ശനി ഞായറും ഞാൻ വീഡിയോ ഇടുന്നില്ല കേട്ടോ. ഇനി തിങ്കളാഴ്ച കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. താങ്ക് യു. കൊച്ചി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കൊച്ചിന് ഇത്തിരി പ്രാന്താണ്, അതാണ് ഈ കാണിക്കണം. കുത്തി പറയണല്ല, ഇതൊക്കെ കടിച്ച് പറിക്കണം കൊച്ചിന്. എന്നിട്ട് അത് ശൂലം പോലെ കടിച്ച് ഇങ്ങനെ വെക്കും കൊച്ചി. കടിച്ചോ പോനിപ്പോൾ കടിച്ചോ, എല്ലാം തുളച്ച് വെച്ചേക്കണേ. ഇനി സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഇപ്പം അതൊന്നും പറ്റണില്ല ഇവൾക്ക്. ശ്വാസം മുട്ട് വെക്ക് കിട്ടുന്ന തന്നെ. ഇത് അവളുടെ മൂക്കയിലേക്ക് വരുത്താതെ അവളെ കളിപ്പിക്കണം. ഞാൻ അങ്ങോട്ടല്ല കുട്ടി, ഇങ്ങോട്ടാന്ന്. കൊച്ചു പുറകോട്ട് വീഴോട്ടാടാ. കൊച്ചിനെ കറക്റ്റ് സ്ഥലം കിട്ടണം. കൊച്ചു കടിച്ച ആ സ്മെല്ലുള്ള സ്ഥലം കിട്ടണം. കൊച്ചിന് ആ സ്മെല്ലാണ് കൊച്ചു നോക്കണത്. കൊച്ചിന് കടിപ്പ് കിട്ടണണ്ടടാ. അവിടെ അല്ല, അതിൻ്റെ അടിയിലാണ്.
പക്ഷെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് തുപ്പല് സെറ്റ് ചെയ്തിട്ടത് അതിനെയൊക്കെ വെച്ചവിടെ സാവധാനം ഇരുന്ന് കഴിച്ചത് ശൂലം പോലെ അങ്ങോട്ട് ആക്കും. ഇന്നലെ ആക്കി വെച്ചേച്ചി റോജറിനെ കാണിച്ചു തന്ന് ഇങ്ങനെ കൂറുമ്പിച്ച് വെച്ചേക്കണ്. നിൽക്ക് ഇപ്പം ശരിയാകും അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കണേന്ന് വെച്ച്. മുത്തണ്ണിട്ട് കുഞ്ഞപ്പൻ അതിന്റെ കടി നിർത്തി നോക്കണേണ്. എന്നെ കുറിച്ചാണല്ലോ മച്ചമ്പിന്ന്. ശ്വാസം മുട്ടണം. അടിച്ചൊക്കെ തുളച്ച് വെച്ചേക്കണേണ്. ഇവിടെ കൊച്ചിന് കടിക്കാൻ കൊടുക്കടാ. ശൂലം പോലെ ആക്കാനാണ് കൊച്ചു ശ്രമിക്കണത്.